ഹായ് എവരിവൺ, ഏവർക്കും നമസ്കാരം. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ ലളിതം മലയാളം സെറ്റ് ഫ്രീ ലൈവ് ഡിസ്കഷൻ സീരീസിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പൊ ലളിതം മലയാളത്തിന്റെ ഒരു ഫ്രീ ലൈവ് ക്ലാസ് ആയിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. കേരള സെറ്റ് എക്സാം ലാസ്റ്റ് കഴിഞ്ഞ കേരള സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രസ്തുത സീരീസിന്റെ 5ാമത്തെ പാർട്ടിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു 30ാമത്തെ ചോദ്യത്തിലാണ് നമ്മൾ ക്ലാസ് അവസാനിപ്പിച്ചത് അല്ലെ? 30 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് അവസാനിപ്പിച്ചത് അല്ലെ മക്കളെ? 30 ചോദ്യങ്ങളല്ലേ നമ്മൾ കഴിഞ്ഞ സെക്ഷൻ വരെ വിവിധ പാർട്ടുകളായിട്ട് നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പൊ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് 31ാമത്തെ ചോദ്യം മുതലേ നമ്മൾ ഇന്ന് നോക്കാണ്. റെഡിയല്ലേ എല്ലാവരും? ചോദ്യം സ്ക്രീനിൽ കാണാം. ഒരു മടിയും വിചാരിക്കാതെ ഉത്തരം പറയേണ്ടതാണ്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, റെഡിയല്ലേ? റെഡിയാണ് വെച്ചാൽ എല്ലാവരോടും തംസപ്പ് തന്നെ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യത്തെ ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ കണ്ടിന്യൂവേഷൻ ആണ്. 31ാമത്തെ ചോദ്യം. ഒരു ചേരുംപടി ചേർക്കലാണ് ഇന്നത്തെ ആദ്യത്തെ ചോദ്യം. ഒരു മാച്ച് ദി ഫോളോയിങ് ആണ്. അതും എവിടെ നിന്നുള്ള മാച്ച് ദി ഫോളോയിങ് ആണ്? പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തത്തിൽ നിന്നുള്ള ഒരു മാച്ച് ദി ഫോളോയിങ് ആണ്. പരീക്ഷയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഒരു സ്ഥിരം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ? നോക്കൂ, നമുക്ക് കുറച്ച് നിർവചനങ്ങൾ തന്നിട്ടുണ്ട്. ആ നിർവചനങ്ങളൊക്കെ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് സിദ്ധാന്തം, ആ സിദ്ധാന്തത്തിന്റെ വക്താവ് ആര് എന്ന രീതിയിൽ നമുക്ക് കിട്ടേണ്ടുന്ന ഒരു ചോദ്യമാണ്. നോക്കൂ, കാവ്യസ്യാത്മാധ്വനി ആദ്യത്തെ നിർവചനം അതാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? ധ്വനിയെ കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ന ഹി രസാധ്യേ കശ്ചിദാർത്ഥ പ്രവർത്തതേ. ഇവിടെ രസാധ്യ എന്നുള്ള ഒരു കീവേഡ് എടുക്കുന്നുണ്ട്. അപ്പൊ ഇത് രസവുമായി ബന്ധപ്പെട്ടതാണ്, രസസിദ്ധാന്തവുമായി ബന്ധപ്പെടുന്നതാണ്. രീതിരാത്മക കാവ്യസ്യ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ? രീതി സിദ്ധാന്തം. ഔചിത്യം രസസിദ്ധസ്യ സ്ഥിരം കാവ്യസ്യ ജീവിതം. ഔചിത്യ സിദ്ധാന്തം. ഇത് കിട്ടിയാൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടില്ലേ മക്കളെ? ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് നെറ്റ് എടുത്താലും സെറ്റ് എടുത്താലും കേട്ടറ്റ് എടുത്താലും പൗരസ്ത്യ പാശ്ചാത്യം ഈ 2 സാഹിത്യ സിദ്ധാന്ത സരണികളുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ഡീപ്പ് ലെവലിൽ ചോദ്യം വരുന്നത് സെറ്റ് പരീക്ഷയ്ക്കാണ്. ശ്രദ്ധിക്കണേ, ഏറ്റവും ഡീപ്പ് ലെവലിൽ ക്വസ്റ്റ്യൻ വരുന്നത് സെറ്റ് പരീക്ഷയ്ക്കാണ്. അതുകൊണ്ട് നമുക്ക് ഇതെന്താണ് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ പറഞ്ഞതാ. ഇവിടെ ജിഷ ടീച്ചർ രീതി വാമനന്റേതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടീച്ചർക്ക് കിട്ടുന്ന ആൻസർ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. മേരി സിസ്റ്റർ ആണ് ആദ്യ ആൻസർ പറഞ്ഞിരിക്കുന്നത്, ഓപ്ഷൻ സി. ലീല ടീച്ചർ ഓപ്ഷൻ സി പറയുന്നുണ്ട്. നീന ഓപ്ഷൻ സി പറയുന്നുണ്ട്. കനകമ്മ ടീച്ചർ ഓപ്ഷൻ സി പറയുന്നുണ്ട്. ഓപ്ഷൻ സി ആണോ? നോക്കൂ, ധ്വനി സിദ്ധാന്തം. ധ്വനി സിദ്ധാന്തത്തിന്റെ വക്താവ് ആരാ മക്കളെ? ധ്വനി സിദ്ധാന്തത്തിന്റെ വക്താവ് ആരാണ് ഒന്ന് പറഞ്ഞേ? ധ്വനി സിദ്ധാന്തത്തിന്റെ പ്രധാനപ്പെട്ട വക്താവ് ആരാണ്? ധ്വനി. പറഞ്ഞേ, ധ്വനി സിദ്ധാന്തം. നമുക്കറിയാം, ആനന്ദവർദ്ധനന്റെ സിദ്ധാന്തമാണ് ധ്വനി. ധ്വനി ആനന്ദവർദ്ധനന്റേതാണ്. എ എന്നുള്ളത് ധ്വനിയാണ്. ധ്വനി ആനന്ദവർദ്ധനന്റേതാണ്. ആനന്ദവർദ്ധനൻ ഓപ്ഷൻ 3 അപ്പൊ A3 എന്ന് കിട്ടി. അടുത്തത് നോക്കുക. ന ഹി രസാധ്യതേ കശ്ചിദർത്ഥ പ്രവർത്തതേ. രസസിദ്ധാന്തം ആരുടേതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. രസസിദ്ധാന്തം ആരുടേതാണ്? ഭരതമുനിയുടെ രസസിദ്ധാന്തമാണ് അല്ലെ? അപ്പൊ B2 എന്ന് കിട്ടി. അപ്പൊ A3 B2 എന്ന് കിട്ടി. അപ്പൊ A3 കിട്ടിയ വശം തന്നെ നമ്മൾ എന്ത് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തു. അപ്പൊ 2 ഓപ്ഷൻസ് വെട്ടിപ്പോയി. A3 B2. അപ്പൊ തന്നെ ഓപ്ഷൻ സി എന്നുള്ളതൊന്ന് നോട്ട് ചെയ്യുക. ബാക്കി നമുക്ക് ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം ബബിൾ ചെയ്യാൻ പോവാം. ഓക്കെ, അടുത്ത് നോക്കൂ. രീതിരാത്മാ കാവ്യസ്യ. രീതി സിദ്ധാന്തം ആരുടേതാണ്? അല്ലെങ്കിൽ രീതിരാത്മക കാവ്യസ്യ, കാവ്യത്തിന്റെ ആത്മാവ് രീതിയാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഏത് അലങ്കാരികനാണ് പറഞ്ഞത്? രീതി സിദ്ധാന്തത്തിന്റെ പ്രധാനപ്പെട്ട വക്താവ് നമുക്കറിയാം ആരാണ്? വാമനൻ ആചാര്യനാണ് അല്ലെ? രീതിരാത്മാ കാവ്യസ്യ. രീതി ആരുടേതാണ്? വാമനന്റേതാണ് രീതി. വാമനന്റെ രീതി സിദ്ധാന്തമാണ്. വാമനൻ 4.
അപ്പൊ C4 ആണെന്ന് കിട്ടി. ഇനി ഏറ്റവും ലാസ്റ്റ് എന്താണ്? ഔചിത്യം രസസിദ്ധസ്യ സ്ഥിരം കാവ്യ ജീവിതം. ഔചിത്യ സിദ്ധാന്തം ആരുടേതാ മക്കളെ? ആ ഔചിത്യം ക്ഷേമേന്ദ്രന്റെ സിദ്ധാന്തമാണ്, ക്ഷേമേന്ദ്രന്റേതാണ്. അപ്പോ A3 B2 C4 D1 എന്നുള്ളതിലേക്ക് നമ്മള് എത്തുകയാണ് അല്ലെ മക്കളെ? അപ്പോ കാവ്യ നിർവചനങ്ങളും ഇമ്പോർട്ടന്റ് ആണ്, പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളും എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട് ഇല്ലേ മക്കളെ? എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇവയെല്ലാം പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട കാവ്യ നിർവചനങ്ങളൊക്കെ ഒന്ന് പറയട്ടെ. റെഡി അല്ലേ എല്ലാവരും? പ്രധാനപ്പെട്ട കാവ്യ നിർവചനങ്ങൾ ഒന്ന് പറഞ്ഞോട്ടെ, ആരുടേതാണ് എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടുകയാണെന്ന് പറഞ്ഞേ. ഞാൻ ആദ്യം പറയുന്നത് രീതിരാത്മാ കാവ്യസ്യ, നമ്മൾ പറഞ്ഞു രീതിരാത്മാ കാവ്യസ്യ കാവ്യം ഗ്രാഹ്യം അലങ്കാര സൗന്ദര്യം അലങ്കാര. ഇതൊക്കെ പറഞ്ഞത് ആരാണ്? രീതിരാത്മാ കാവ്യസ്യ കാവ്യം ഗ്രാഹ്യം അലങ്കാര സൗന്ദര്യം അലങ്കാര. ഈ സിദ്ധാന്തങ്ങളൊക്കെ, ഈ നിർവചനങ്ങളൊക്കെ, കാവ്യ നിർവചനങ്ങളൊക്കെ ആരുടേതാണ്? ആ വാമനന്റേതാണ്, വാമനന്റേതാണ്. രീതിരാത്മാ കാവ്യസ്യ കാവ്യം ഗ്രാഹ്യം അലങ്കാര സൗന്ദര്യം അലങ്കാരക വാമനന്റേതാണ്. ഇനി ശബ്ദാർത്ഥവും കാവ്യം എന്നുള്ളത് ആരുടേതാ മക്കളെ? ശബ്ദാർത്ഥവും കാവ്യം, ശബ്ദാർത്ഥവും കാവ്യം, ശബ്ദാർത്ഥവും കാവ്യം എന്നുള്ളത് രുദ്രടന്റേതാണ്. രുദ്രടന്റേതാണ്, രുദ്രടൻ. രുദ്രടന്റെ കാവ്യത്തിന്റെ കൃതിയുടെ പേരെന്താണ്? കാവ്യാലങ്കാരം, കാവ്യാലങ്കാരം. ശബ്ദാർത്ഥവും കാവ്യം എന്ന് പറഞ്ഞത് രുദ്രടനാണ്. ഇനി ശബ്ദാർത്ഥവും സഹിതവും കാവ്യം എന്ന് പറഞ്ഞത് ആരാ? ശബ്ദാർത്ഥവും സഹിതവും കാവ്യം ഭാമഹനാണ്. വെരി ഗുഡ്. ശബ്ദാർത്ഥവും സഹിതവും കാവ്യം എന്ന് പറഞ്ഞത് ഭാമഹനാണ്. അപ്പൊ ഭാമഹന്റെ കൃതിയുടെ പേരും എന്താണ്? കാവ്യാലങ്കാരം എന്നാണ്. ഭാമഹന്റെ കൃതിയുടെ പേരും കാവ്യാലങ്കാരം എന്നാണ്. അങ്ങനെയാണ് എങ്കിൽ അടുത്തത് നമ്മളിപ്പോ പറഞ്ഞു രീതിരാത്മാ കാവ്യസ്യ കാവ്യം ഗ്രാഹ്യം അലങ്കാരാത് സൗന്ദര്യം അലങ്കാര വാമനനാചാര്യന്റേതാണ്. രുദ്രടന്റെ കാവ്യ അലങ്കാരത്തിലാണ് ശബ്ദാർത്ഥ സഹിതവും കാവ്യം എന്നുള്ള നിർവചനം അദ്ദേഹം കൊടുക്കുന്നത്. ഭാമഹൻ തന്റെ കൃതിയായ കാവ്യാലങ്കാരത്തിൽ ശബ്ദാർത്ഥവും സഹിതവും കാവ്യം എന്നാണ് എന്തിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്? ശബ്ദാർത്ഥവും സഹിതവും കാവ്യം എന്നാണ് കാവ്യത്തെ നിർവചിച്ചിരിക്കുന്നത് അല്ലെ മക്കളെ? ഇനി അടുത്തത് ശബ്ദാർത്ഥ സഹിതവും വക്രകവി വ്യാപാരശാലിനി ബന്ധ വ്യവസ്ഥിതവും കാവ്യം തദ്വിത്താഹ്ലാദകാരിണി ആരുടേതാണ് മക്കളെ? ശബ്ദാർത്ഥ സഹിതവും വക്രകവി വ്യാപാരശാലിനി. വക്രം എന്നുള്ളൊരു വാക്ക് കേട്ടാൽ തന്നെ നമുക്ക് എന്തോ ഓർമ്മ വരും? വക്രോക്തി ഓർമ്മ വരണം അല്ലെ? വക്രോക്തി ജീവിതം ആരുടേതാണ്? യെസ്, വക്രോക്തി ജീവിതം ആരുടേതാണ്? കുന്തകന്റേതാണ്. വെരി ഗുഡ്, കുന്തകൻ, കുന്തകന്റേതാണ് വക്രോക്തി ജീവിതം അല്ലെ മക്കളെ? ശബ്ദാർത്ഥവും സഹിതവും വക്രകവി വ്യാപാരശാലിനി ബന്ധവ്യവസ്ഥിതവും കാവ്യം തദ്വിത്താഹ്ലാദകാരിണി. കവിമർമ്മജ്ഞർക്ക് ആഹ്ലാദകരവും വക്രവുമായ കവി വ്യാപാരത്തോടു കൂടിയതുമായ രചനയിൽ വ്യവസ്ഥിതമായ ശബ്ദാർത്ഥങ്ങളുടെ സഹിതത്വമാണ് കാവ്യം എന്നാണ് ആര് പറയുന്നത്? കുന്തകൻ വക്രോക്തി ജീവിതത്തിലൂടെ പറയുന്നത്. നിർവചനം എന്തായിരുന്നു മക്കളെ? ശബ്ദാർത്ഥ സഹിതവും വക്രകവി വ്യാപാരശാലിനി ബന്ധവ്യവസ്ഥിതവും കാവ്യം തദ്വിത്താഹ്ലാദകാരിണി എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? കുന്തകൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നും കൂടി നോക്കാം. വാമനാചാര്യന്റെ നിർവചനങ്ങൾ എന്തൊക്കെയായിരുന്നു? രീതിരാത്മാ കാവ്യസ്യ കാവ്യം ഗ്രാഹ്യം അലങ്കാര സൗന്ദര്യം അലങ്കാര. റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ അതൊന്ന് പതിയാനാണ്. രണ്ടാമതായിട്ട് രുദ്രടന്റെ കാവ്യാലങ്കാരം ശബ്ദാർത്ഥവും കാവ്യം. ഭാമഹന്റെ കാവ്യാലങ്കാരത്തിലാണ് ശബ്ദാർത്ഥവും സഹിതവും കാവ്യം എന്ന് അദ്ദേഹം നിർവചിച്ചത്. കുന്തകൻ വക്രോക്തി ജീവിതത്തിൽ ശബ്ദാർത്ഥ സഹിതവും വക്രകവി വ്യാപാരശാലിനി ബന്ധവ്യവസ്ഥിതവും കാവ്യം തദ്വിത്താഹ്ലാദകാരിണി എന്നാണ് നിർവചിച്ചിരിക്കുന്നത്. അടുത്തത് ഞാൻ നിർവചനം പറയാം. ആരുടേതാണെന്നും ആളുടെ ഏതാണ് കൃതി എന്നും നിങ്ങൾ പറയണം. ശരീരം താവദിഷ്ടാർത്ഥ വ്യവചിന്നാപദാവലി. കാവ്യശരീരം പദാവലി പോലെയാണ് എന്ന നിർവചനം നടത്തിയത് ആരാണ്? വെരി ഗുഡ്, ദണ്ഡിയാണ്. കാവ്യാദർശത്തിലാണ് അല്ലെ?
ശരീരം താവദിഷ്ടാർത്ഥ വ്യവചിന്ന പദാവലി എന്ന് ദണ്ഡി കാവ്യാദർശത്തിലൂടെയാണ് നിർവഹിച്ചിരിക്കുന്നത്. കാവ്യശരീരം പദാവലി പോലെയാണ് എന്നാണ് ആര് പറയുന്നത്? ദണ്ഡി പറയുന്നത്. കാവ്യശരീരം എന്തുപോലെയാണ്? പദാവലി പോലെയാണ്. വെരി ഗുഡ്. കുറെ പേര്, ലീല ടീച്ചർ, ശാന്ത ടീച്ചർ, എല്ലാവരും, മേരി സിസ്റ്റർ, അർച്ചന, എല്ലാവരും കൃത്യമായിട്ട് ഉത്തരം പറയുന്നുണ്ട്. മിണ്ടാതിരിക്കുന്നവരെ, എന്തിനാ നിങ്ങൾ മിണ്ടാതിരിക്കുന്നേ? പറഞ്ഞേ മക്കളെ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അത് പഠിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് കമന്റ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ദണ്ഡിയുടെ കാവ്യാദർശം. അടുത്തത് മമ്മടന്റെ കാവ്യപ്രകാശത്തിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന നിർവചനാണ്. അതേതാണെന്നൊന്ന് പറയാമോ? മമ്മടന്റെ കാവ്യപ്രകാശത്തിൽ അദ്ദേഹം എങ്ങനെയാണ് കാവ്യത്തെ നിർവചിച്ചിരിക്കുന്നത്? മമ്മടൻ കാവ്യപ്രകാശത്തിൽ എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത്? കഥദോഷൗ ശബ്ദാർത്ഥൗ സഗുണവാൻ അലങ്കൃതി പുനഃക്വാപി എന്നാണ്. അല്ലേ മക്കളെ? കഥദോഷൗ ശബ്ദാർത്ഥൗ സഗുണവാൻ അലങ്കൃതി പുനഃക്വാപി എന്നാണ് ആര് നിർവഹിച്ചിരിക്കുന്നത്? യെസ്, ക്ലിയർ അല്ലേ? ആരാണ് അത് നിർവഹിച്ചിരിക്കുന്നത്? മമ്മടൻ കാവ്യപ്രകാശത്തിലാണ്. അപ്പൊ ഒരിക്കൽ കൂടി നോക്കല്ലേ. നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? വാമനാചാര്യന്റെ നിർവചനായിരുന്നു. വാമനാചാര്യന്റെ നിർവചനങ്ങൾ ഏതൊക്കെയാണ്? രീതിരാത്മാ കാവ്യസ്യ കാവ്യം ഗ്രാഹ്യം അലങ്കാര സൗന്ദര്യം അലങ്കാര. ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ നോട്ട് ചെയ്തെടുത്തോളൂ. അടുത്തത് രുദ്രടന്റെ കാവ്യാലങ്കാരത്തിൽ ശബ്ദാർത്ഥ സഹിതവും കാവ്യം എന്ന് അദ്ദേഹം നിർവചിച്ചു. അതുപോലെ തന്നെ ഭാമഹൻ കാവ്യാലങ്കാരത്തിൽ ശബ്ദാർത്ഥവും സഹിതവും കാവ്യം എന്ന് നിർവചിച്ചു. കുന്തകൻ ഏത് കൃതിയിൽ? കുന്തകൻ വക്രോക്തി ജീവിതത്തിൽ എങ്ങനെയാണ് മക്കളെ നിർവഹിച്ചത്? കുന്തകൻ എങ്ങനെയാണ് വക്രോക്തി ജീവിതത്തിലെ കുറച്ചധികം വലിയൊരു നിർവചനമാണ്. അതുകൊണ്ട് എനിക്കത് ടൈപ്പ് ചെയ്തിടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഒരു മിനിറ്റ്. വക്രകവി വ്യാപാരശാലിനി എന്നാണ് അല്ലെ. ശബ്ദാർത്ഥ സഹിതവും വക്രകവി വ്യാപാരശാലിനി ബദ്ധവ്യവസ്ഥിതവും കാവ്യം തദ്ദിത്താഹ്ലാദകാരിണി. ആർക്കെങ്കിലും ഇത് എഴുതിയെടുക്കാൻ പറ്റാത്തതുണ്ട് ചിങ്ങ പ്ലീസ് ചെക്ക് കമന്റ് ബോക്സിൽ നമ്മൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ദണ്ഡി കാവ്യാദർശത്തിലെ ശരീരം താവദിഷ്ടാർത്ഥ വ്യവചിന്ന പദാവലി എന്ന് നിർവഹിച്ചിരിക്കുന്നു. ക്ലിയർ അല്ലേ മക്കളെ? ഓരോന്നും കൃത്യമായിട്ട് കീവേഡ് വെച്ച് പഠിക്കണം. ഓക്കെ, ഏറ്റവും അവസാനം നമ്മൾ നോക്കിയത് മമ്മടന്റെ കാവ്യപ്രകാശത്തിലാണ്. കഥദോഷവും ശബ്ദാർത്ഥവും. കഥദോഷവും എന്ന് തുടങ്ങുന്ന നിർവചനം ആരുടേതാണ്? അങ്ങനെ എന്തെങ്കിലുമൊക്കെ കീവേഡ് വെച്ച് പഠിക്കുക. ഓക്കെ, എന്നാലാണ് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഈ സംഭവം നമ്മുടെ മൈൻഡിൽ നിൽക്കുള്ളൂ. മമ്മടൻ കാവ്യപ്രകാശത്തിൽ കഥദോഷവും ശബ്ദാർത്ഥവും സഗുണവാൻ അലങ്കൃതി പുനഃക്വാപി എന്ന് പറഞ്ഞു. ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷ, നെറ്റ് പരീക്ഷ കൊണ്ട് തുടങ്ങിയത് ഈ ചോദ്യത്തിലാണ്. അധോഷൗ സഗുണൗ സാലങ്കാരച്ച ശബ്ദാർത്ഥൗ കാവ്യം. ഹേമചന്ദ്രന്റെ കാവ്യാനുശാസനത്തിലാണ് ഈ നിർവചനം വരുന്നത്. ഹേമചന്ദ്രന്റെ കാവ്യാനുശാസനത്തിൽ അദ്ദേഹം എന്താണ് പറയുന്നത്? ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എഴുതിയെടുക്കാൻ പറ്റാത്തവരെ, കേട്ടിട്ട് എഴുതിയെടുക്കുന്ന സമയത്ത് തെറ്റുമെന്ന് പേടിയുള്ളവരെ ചാറ്റ് ബോക്സ് നോക്കുക. അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്? അദോഷൗ സഗുണൗ സാലങ്കാരൗച്ച ശബ്ദാർത്ഥോ കാവ്യം എന്നാണ് ഹേമചന്ദ്രൻ കാവ്യാനുശാസനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി വാഗ്ഭടന്റെ നിർവചനം. വാഗ്ഭടന്റെ കൃതിയുടെ പേരും കാവ്യാലങ്കാരം എന്ന് തന്നെയാണ്. അദ്ദേഹം ശബ്ദാർത്ഥൗ നിർദോഷോ. അപ്പൊ നിർദോഷം ആരുടേതാണ്? വാഗ്ഭടൻ. എന്തെങ്കിലുമൊക്കെ കീവേഡ് നോട്ട് ചെയ്ത് വെക്കണേ. വാഗ്ഭടൻ കാവ്യാലങ്കാരത്തിൽ ശബ്ദാർത്ഥോ നിർദോഷോ സഗുണൗ പ്രായ സാലങ്കാരൗച്ച കാവ്യം എന്നാണ് വാഗ്ഭടൻ നിർവഹിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ പ്രധാനപ്പെട്ടതൊക്കെ നമ്മൾ പറയുകയാണ്. ഇനി ഒരു 3 എണ്ണം കൂടി കഴിഞ്ഞാൽ എന്താണ്? കാവ്യ നിർവചനങ്ങൾ മുഴുവനായി നിങ്ങളിലേക്ക് എത്തി. വിത്ത് അതാരാണ് പറഞ്ഞത് എന്നും അവരുടെ കൃതിയുടെ പേരടക്കമാണ് കിട്ടുന്നത്. ഓക്കെ, രാജശേഖരൻ കാവ്യമീമാംസയിൽ
ഗുണവധലം കൃതം ച വാക്യമേവ കാവ്യം എന്ന് പറയുന്നു. ഗുണവധലം കൃതം ച വാക്യമേവ കാവ്യം ആരുടേതാണ്? രാജശേഖരന്റേതാണ്. കൃതിയുടെ പേരെന്താണ്? കാവ്യമീമാംസ എന്നാണ്. വിശ്വനാഥ കവിരാജന്റെ കൃതിയാണ് സാഹിത്യദർപ്പണം. സാഹിത്യദർപ്പണത്തിൽ വാക്യം രസാത്മകം കാവ്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വാക്യം രസാത്മകം കാവ്യം. ആനന്ദവർദ്ധനന്റെ ദുന്യാലോകത്തിലോ ശബ്ദാർത്ഥ ശരീരം താവത് കാവ്യം എന്ന് പറഞ്ഞിരിക്കുന്നു. ശബ്ദാർത്ഥ ശരീരം താവത് കാവ്യം എന്ന് പറഞ്ഞിരിക്കുന്നു. പറയുന്നത് വ്യക്തമാണല്ലോ. പ്രധാനപ്പെട്ട അലങ്കാരികന്മാരെ അവരുടെ കൃതികളടക്കം നമ്മള് പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ അല്ലേ മക്കളെ? എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള എല്ലാ കാവ്യ നിർവചനങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒരു കാര്യം കൂടിയും പറഞ്ഞ് അവസാനിപ്പിച്ചാലാണ് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവസാനിക്കുള്ളൂ. ഇവിടെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളെ കുറിച്ചിട്ടൊരു സൂചനയുണ്ട് അല്ലെ? രസപദ്ധതി ആരുടേതാ? പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞേ. രസപദ്ധതി ആരുടേതാ മക്കളെ? മിണ്ടാതിരിക്കരുത്, മടി പിടിച്ചിരിക്കരുത്. എല്ലാവരും ഞാൻ പേര് വിളിക്കേണ്ട അവസ്ഥയിലേക്കൊന്നും എത്തിക്കല്ലേ മക്കളെ. നിങ്ങൾ പറഞ്ഞേ, രസപദ്ധതി ആരുടേതാണ്? രസപദ്ധതി ഒന്ന് പറഞ്ഞേ. അമൃതാവി. മിണ്ടാതിരിക്കുന്നവരൊക്കെ പേര് ഞാൻ വിളിക്കാം. ഹരിതാഞ്ജലി പറഞ്ഞേ. ലിജ, മഞ്ജുഷ, രേഷ്മ, വേണു സാറേ പറഞ്ഞേ. എന്തിനാ മിണ്ടാതിരിക്കുന്നേ? യെസ്, രസപദ്ധതി ആരുടേതാണ്? ഭരതമുനിയുടേതാണ്. ഭരതമുനിയുടേതാണ് രസപദ്ധതി. ധ്വനിപദ്ധതി ആരുടേതാണ്? ആനന്ദവർദ്ധനന്റേതാണ്. ധ്വനിപദ്ധതി ആരുടേതാണ്? ഒരു ബോക്സ് ഒക്കെ വരച്ചിട്ട് എഴുതിക്കോട്ടോ, പ്രധാനപ്പെട്ട വിമർശന പദ്ധതികൾ എന്നുള്ളത്. രസപദ്ധതി ഭരതമുനിയുടേതാണ്. ധ്വനിപദ്ധതി ആനന്ദവർദ്ധനന്റേതാണ്. രീതി പദ്ധതി ആരുടേതാണ് മക്കളെ? രീതി പദ്ധതി ആരുടേതാണ്? വാമനനാചാര്യന്റേതാണ്. രീതി നമ്മൾ ഇവിടെ പറഞ്ഞതാണ്. വാമനനാചാര്യന്റേതാണ് രീതി പദ്ധതി. വക്രോക്തി പദ്ധതി ആരുടേതാണ്? വക്രോക്തി പറഞ്ഞതാണല്ലോ. വക്രോക്തി കുന്തകന്റേതാണ് വക്രോക്തി പദ്ധതി. ഇനി അടുത്തതൊരു ചോദ്യമാണ്. ആനന്ദവർദ്ധനന്റെ ധ്വനി പദ്ധതിയെ നിരാകരിക്കുന്ന മഹിമഭട്ടന്റെ പദ്ധതിയുടെ പേരെന്താ? അല്ലെങ്കിൽ ആ സിദ്ധാന്തത്തിന്റെ പേരെന്താ? ആനന്ദവർദ്ധനന്റെ ധ്വനി സിദ്ധാന്തത്തെ നിരാകരിക്കുന്ന മഹിമഭട്ടന്റെ സിദ്ധാന്തത്തിന്റെ പേരെന്താ? വെരി ഗുഡ് ലീല ടീച്ചറെ. അനുമാന പദ്ധതിയാണ്. അനുമാന സിദ്ധാന്തം ആരുടേതാണ്? മഹിമഭട്ടന്റേതാണ്. അനുമാന സിദ്ധാന്തം ആരുടേതാണ്? മഹിമഭട്ടന്റേതാണ്. ഔചിത്യ പദ്ധതി ആരുടേതാണ്? നമ്മൾ പറഞ്ഞതാണ്. ഔചിത്യം രസസിദ്ധസ്യ സ്ഥിരം കാവ്യസ്യ ജീവിതം എന്നുള്ളത്. ഔചിത്യ പദ്ധതി ആരുടേതാണ്? ക്ഷേമേന്ദ്രന്റേതാണ് അല്ലെ? അലങ്കാര പദ്ധതി ആരുടേതാണ്? ഭാമഹന്റേതാണ്. അലങ്കാര പദ്ധതി ആരുടേതാണ്? ഭാമഹന്റേതാണ്. ക്ലിയർ അല്ലേ മക്കളെ? യെസ്, ക്ലിയർ അല്ലേ പറഞ്ഞത്? എക്സാം ഓറിയന്റഡ് ആയിട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ പ്രധാനപ്പെട്ട പദ്ധതികളും കാവ്യ നിർവചനങ്ങൾ അടക്കം പറഞ്ഞ് നമ്മൾ ഈ ചോദ്യത്തിൽ നിന്ന് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കലാമണ്ഡലം രാമൻകുട്ടി നായർ എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകൻ ആരാണ്? കലാമണ്ഡലം രാമൻകുട്ടി നായർ എന്ന ഡോക്യുമെന്ററി, ഒരു ഡോക്യുമെന്ററിയുടെ പേരാണിത്. കലാമണ്ഡലം രാമൻകുട്ടി നായർ എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അരവിന്ദൻ, ബാംബു കാമ്പ്രത്ത്, PN മേനോൻ, അടൂർ ഗോപാലകൃഷ്ണൻ. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയും ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഇങ്ങനെയും ചോദ്യം വന്നിട്ടുണ്ട്. തെളിവാണ് നമ്മുടെ കയ്യിലുള്ളത്. കലാമണ്ഡലം രാമൻകുട്ടി നായർ. ഉത്തരം പറഞ്ഞ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഗസ് ചെയ്തിട്ടാണെങ്കിലും ഉത്തരം പറയും പിള്ളേരെ. കലാമണ്ഡലം രാമൻകുട്ടി നായർ. ആരാ കലാമണ്ഡലം രാമൻകുട്ടി നായർ? കഥകളി നടനാണ്. കഥകളി രംഗത്ത് പ്രസിദ്ധനായിട്ടുള്ള ആളാണ് ആര്? കലാമണ്ഡലം രാമൻകുട്ടി നായർ. പരശുരാമ വേഷത്തെ പുതുക്കിപ്പണിത വ്യക്തി കൂടിയാണ് അദ്ദേഹം. കലാമണ്ഡലത്തിലെ പ്രിൻസിപ്പളൊക്കെ ആയിട്ട് റിട്ടയർഡ് ചെയ്തിട്ടുള്ള ആളാണ്. പട്ടിക്കാന്തോടി രാമുണ്ണി മേനോന്റെ ശിഷ്യനാണ്. ഓക്കെ, 2014 പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സാറ്റെ
ഓണററി ബിരുദം നൽകി അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആദരിച്ചിട്ടുള്ള വ്യക്തിയാണ്. മലയാളത്തിലെ പ്രസിദ്ധനായിട്ടുള്ള ഒരു സംവിധായകനാണ് 73 മിനിറ്റ് നീളുന്ന ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കിയത്. അതുപോലെ തന്നെ വേറൊരു ക്ലൂ തരാണെന്ന് വെച്ചാൽ മലയാളത്തിലെ നവതരംഗ സിനിമയ്ക്ക് തുടക്കം കുറിച്ച സംവിധായകനാണ് ഇതിന്റെ സംവിധായകൻ. ജിഷ ടീച്ചറാണ് എന്നോട് ക്ലൂ ചോദിച്ചത്. ക്ലൂ കിട്ടിയ പക്ഷെ ഉത്തരം വരുന്നത് നോക്ക്. കേരളത്തിൽ സമാന്തര സിനിമയുടെ പിതാവ് അല്ലെങ്കിൽ പ്രോദ്ഘാടകൻ എന്ന് വിശേഷിപ്പിക്കാം. മലയാളത്തിലെ നവതരംഗ സിനിമയ്ക്ക് തുടക്കം കുറിച്ചിട്ടുള്ള ആള് എന്ന് നമുക്ക് എന്താണ് വിശേഷിപ്പിക്കാം. അങ്ങനെയൊക്കെ വിശേഷങ്ങളുള്ള ആളാണ്. ദാദാ സാഹിബ് പുരസ്കാരം 2004 ലഭിച്ചിട്ടുള്ള ആളാണ്. പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. മികച്ച സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2016 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ള സംവിധായകനാണ് ഇദ്ദേഹം. ഇത്രയൊക്കെ പറഞ്ഞാൽ തന്നെ എന്താണ് ഉത്തരം നിങ്ങൾക്ക് കിട്ടി. ആരാണ്? യെസ്, അടൂർ ഗോപാലകൃഷ്ണനാണ്. അടൂർ ഗോപാലകൃഷ്ണൻ. അപ്പൊ കലാമണ്ഡലം രാമൻകുട്ടി നായർ എന്നുള്ളത് അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്തിട്ടുള്ള ഈ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ജീവിതത്തെ 73 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഡോക്യുമെന്ററി ആയിട്ട് സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണനാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ആ ഡോക്യുമെന്ററിയുടെ പേര് കലാമണ്ഡലം രാമൻകുട്ടി നായർ എന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ആ ഡോക്യുമെന്ററി ഇറങ്ങിയത്. സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണനാണ്. 2005 ദില്ലി രാജ്യാന്തര ചലച്ചിത്ര മേളയിലെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ചിത്രമാണ്. അതുപോലെ ലണ്ടൻ ഫിലിം ഫെസ്റ്റിവലിലെ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുള്ള ഡോക്യുമെന്ററി കൂടിയാണിത്. ക്ലിയർ അല്ലേ? കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ അതേ പേരിലുള്ള ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ആരാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ്. അടൂർ ഗോപാലകൃഷ്ണനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സംവിധാന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അടൂർ ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അദ്ദേഹത്തിന് അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ അടൂർ ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന, ശരിയായ പ്രസ്താവന, ശരിയായ കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക, ഇങ്ങനെയൊക്കെ ചോദ്യം വരും. അടൂർ ഗോപാലകൃഷ്ണന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2004 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് അടൂർ ഗോപാലകൃഷ്ണനാണ്. ഈ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം എത്ര മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട്? ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം എത്ര മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട്? പറഞ്ഞേ മക്കളെ, എത്ര മലയാളികൾക്ക് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം? ഹരി 2 എന്ന് പറയുന്നത്. വെരി ഗുഡ്. 2 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ആദ്യം ലഭിച്ചത് ആർക്കാണ്? അടൂരിനാണ്. രണ്ടാമത് ലഭിച്ചത് ആർക്കപ്പോ? ആദ്യം ലഭിച്ചത് അടൂരിന്, രണ്ടാമത് വെരി ഗുഡ്. രണ്ടാമത് ലഭിച്ചത് ലാലേട്ടൻ, മോഹൻലാലിനാണ് രണ്ടാമത് ലഭിച്ചത്. ഓക്കെ, അതുപോലെ തന്നെ മികച്ച സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മികച്ച സംവിധാനം, തിരക്കഥ, ഇതിനൊക്കെയുള്ള ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് 2016 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2014 JC ഡാനിയൽ പുരസ്കാരം. ക്ലിയർ അല്ലേ? പിന്നെ അടൂരിന്റെ ചിത്രങ്ങൾ നമുക്കറിയാം. സ്വയംവരം, കൊടിയേറ്റം. ഏതൊക്കെയാണ് അടൂരിന്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങള്? സ്വയംവരം, കൊടിയേറ്റം, എലിപ്പത്തായം. ആ ഒരു ഓർഡർ നെറ്റിന്റെ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. സ്വയംവരം ഓർഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം കേട്ടോ. അടൂരിന്റെ ചിത്രങ്ങളുടെ ഓർഡർ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. സ്വയംവരത്തിലാണ് തുടങ്ങുന്നത്. സ്വയംവരം, കൊടിയേറ്റം, എലിപ്പത്തായം. സ്വയംവരം, കൊടിയേറ്റം, എലിപ്പത്തായം. മുഖാമുഖം, അനന്തരം, മതിലുകൾ, വിധേയൻ. സ്വയംവരം, കൊടിയേറ്റം, എലിപ്പത്തായം, മുഖാമുഖം, അനന്തരം, മതിലുകൾ, വിധേയൻ, കഥാപുരുഷൻ, സ്വയംവരം, കൊടിയേറ്റം, എലിപ്പത്തായം, മുഖാമുഖം, അനന്തരം, മതിലുകൾ, വിധേയൻ, കഥാപുരുഷൻ, നിഴൽക്കുത്ത്. നിഴൽക്കൂത്തല്ല, നിഴൽക്കുത്ത്. 4 പെണ്ണുങ്ങൾ, 4 പെണ്ണുങ്ങൾ,
ഒരു പെണ്ണും രണ്ടാണും, ഒരു പെണ്ണും രണ്ടാണും, പിന്നെയും, ലാസ്റ്റ് പിന്നെയും. ഇതൊക്കെ അടൂരിന്റെ പ്രധാനപ്പെട്ട സിനിമകളാണ്. ഇനി അടൂരിന്റെ പ്രധാനപ്പെട്ട ഡോക്യുമെന്ററികൾ നമുക്ക് നോക്കാം. അടൂരിന്റെ പ്രധാനപ്പെട്ട ഡോക്യുമെന്ററി. ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ. ഓക്കെ, ദി ലൈറ്റ് ആരുടെ ഡോക്യുമെന്ററി ആണ്? അടൂരിന്റേതാണ്. അതുപോലെ തന്നെ മൺതരികൾ അടൂരിന്റെ ഒരു ഡോക്യുമെന്ററി ആണ് മൺതരികൾ. എ മിഷൻ ഓഫ് ലവ്, എ മിഷൻ ഓഫ് ലവ് അടൂരിന്റെ ഡോക്യുമെന്ററികളാണ്. മോഹിനിയാട്ടം, മോഹിനിയാട്ടം ഇതിൽ ഷോർട്ട് ഫിലിമുകളും ഉണ്ട് കേട്ടോ. മോഹിനിയാട്ടം, യക്ഷയാഗം, ദി ലൈറ്റ്, മൺതരികൾ, എ മിഷൻ ഓഫ് ലവ്, മോഹിനിയാട്ടം, ഗുരു ചെങ്ങന്നൂർ, ഗുരു ചെങ്ങന്നൂർ, യക്ഷയാഗം, സോറി യക്ഷഗാനം, യക്ഷഗാനം, കൃഷ്ണനാട്ടം, 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 റൊമാൻസ് ഓഫ് റബ്ബർ ഇദ്ദേഹത്തിന്റെ തന്നെയാണ്. റൊമാൻസ് ഓഫ് റബ്ബർ, റൊമാൻസ് ഓഫ് റബ്ബർ, കലാമണ്ഡലം ഗോപി, കലാമണ്ഡലം ഗോപി, കലാമണ്ഡലം ഗോപി, കൂടിയാട്ടം, കലാമണ്ഡലം ഗോപി, കൂടിയാട്ടം. ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ എന്താണ്? പ്രധാനപ്പെട്ട ഡോക്യുമെന്ററികളാണ്. ഇനി അടൂരുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെയും ചോദിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ എഴുതിയ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ, കൃതികളാണ്. ഏതൊക്കെയാണ്? ഒന്ന് സിനിമയുടെ ലോകം, സിനിമയുടെ ലോകം, സിനിമയുടെ ലോകം, സിനിമാനുഭവം, സിനിമാനുഭവം, സിനിമാ സാഹിത്യം ജീവിതം, സിനിമാ സാഹിത്യം ജീവിതം, സിനിമാ സാഹിത്യം ജീവിതം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? മിത്ത് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് കേട്ടോ. മിത്ത് എന്നുള്ള ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. മിത്ത് എന്നുള്ളൊരു ഷോർട്ട് ഫിലിം ഉണ്ട് കേട്ടോ. എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ നോക്കാനുള്ളതാണ്. മിത്ത് എന്നുള്ളൊരു ഷോർട്ട് ഫിലിം ഉണ്ട്. ഓക്കെ, എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ നോക്കാനുള്ളതാണ്. അടൂർ ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അടൂരിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് പറഞ്ഞത്. കാഴ്ചയുടെ സുവിശേഷം, ശരിയാണ്, ശരിയാണ്, ശരിയാണ്. കാഴ്ചയുടെ സുവിശേഷം അടൂർ ഗോപാലകൃഷ്ണന്റെ ആണ്. കാഴ്ചയുടെ സുവിശേഷം ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. അത് കാഴ്ചയുടെ മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ പുസ്തകമാണ് കാഴ്ചയുടെ സുവിശേഷം. ഓക്കെ, അടൂർ ഗോപാലകൃഷ്ണന്റേതാണ്. ഓക്കെ, കാഴ്ചയുടെ ലീല ടീച്ചറാണ് അത് കൂട്ടിച്ചേർത്തത്. താങ്ക് യു ടീച്ചറെ, കൂട്ടിച്ചേർക്കലുകൾക്ക് നന്ദി. ഓക്കെ, അപ്പൊ അടൂരുമായി ബന്ധപ്പെട്ടിട്ടും കലാമണ്ഡലം രാമൻകുട്ടി നായരുമായി ബന്ധപ്പെട്ടിട്ടും അടൂരിന്റെ സംവിധാനം ചെയ്ത സിനിമകൾ നോക്കി, ഡോക്യുമെന്ററികൾ നോക്കി, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ നോക്കി. നിങ്ങളും ഒരു ചോദ്യപേപ്പർ ഡിസ്കഷൻ എടുക്കുന്ന സമയത്ത് അതുമായി പരമാവധി കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ട് പഠിക്കാനായിട്ട് പറ്റണം. ക്ലിയർ അല്ലേ പറയുന്നത്? എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് കൂടിയാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. മൂന്നാമത്തെ ചോദ്യം, നോട്ട്സ് ഓൺ ഡീകൺസ്ട്രക്ടിങ് ദി പോപ്പുലർ, നോട്ട്സ് ഓൺ ഡീകൺസ്ട്രക്ടിങ് ദി പോപ്പുലർ എന്ന പഠനം ആരുടേതാണ്? ഞാൻ പറഞ്ഞു പൗരസ്ത്യം പാശ്ചാത്യം ഡീപ്പായിട്ട് ചോദ്യങ്ങൾ വരും. പാശ്ചാത്യത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ സെറ്റിന് വരുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട തിയറീസ്, അത് ആരുടെ കോൺട്രിബ്യൂഷൻ ആണ്. അതുപോലെ പുസ്തകം ആരുടേതാണ്? നിർവചനങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ. ഇതാണ് പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തത്തിൽ നിന്ന് എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. പറയാനില്ല, ഒരാളുടെ പുസ്തകത്തിന്റെ പേരാണ്, അതും നമുക്ക് പരിചിതമായിട്ടുള്ള പേരുകളാണ്. സ്റ്റുവർട്ട് ഹാൾ, ഓപ്ഷൻ എ സ്റ്റുവർട്ട് ഹാൾ, ഓപ്ഷൻ ബി റിച്ചാർഡ് ഹൊഗാർട്ട്, ഓപ്ഷൻ ഡി മാത്യു അർണോൾഡ്,
അർണോൾഡ് എന്നാണ്. ഫ്രെഡറിക് ജെയിംസ്. ഇതിലെ ആരുടെ കൃതിയാണ് നോട്ട്സ് ഓൺ ഡീകൺസ്ട്രക്ടിങ് ദി പോപ്പുലർ? നോട്ട്സ് ഓൺ ഡീകൺസ്ട്രക്ടിങ് ദി പോപ്പുലർ എന്നുള്ളത് ആരുടെ കൃതിയാണ്, അല്ലെങ്കിൽ ആരുടെ കൃതിയല്ല, ആരുടെ പഠനമാണ് എന്നുള്ളതാണ് ചോദ്യം. ഇത് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഇയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും പരീക്ഷയ്ക്ക് പലപ്പോഴും പല ചോദ്യ പേപ്പറുകളിലും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഇടയ്ക്കൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പൊന്തി വരുന്ന ഒരാളാണിത്. ആരാണ്? കൾച്ചറൽ സ്റ്റഡീസുമായി ബന്ധപ്പെടുന്ന ഒരാളാണ്. കൾച്ചറൽ സ്റ്റഡീസുമായി ബന്ധപ്പെടുന്ന ഒരാളാണ്. ബർമിംഗ്ഹാം സ്കൂൾ ഓഫ് കൾച്ചറൽ സ്റ്റഡീസിന്റെ മുഖ്യ വക്താക്കളിൽ ഒരാളാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ ക്ലൂ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമോ? ആരാണ് ആരാണ് ആരാണ്? ഇല്ല. ഇനി മറ്റൊരു കൃതിയുടെ പേര് ഞാൻ പറയാം. എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഇൻ ദി ടെലിവിഷൻ ഡിസ്കോഴ്സ്. ടെലിവിഷൻ ഡിസ്കോഴ്സ്. എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഇൻ ദി ടെലിവിഷൻ ഡിസ്കോഴ്സ്. ഇത് അദ്ദേഹത്തിന്റെ ഒരു പഠനമാണ്. ദി ഹിപ്പീസ് ആൻഡ് അമേരിക്കൻ മൊമെന്റ്. ദി ഹിപ്പീസ് ആൻഡ് അമേരിക്കൻ മൊമെന്റ്. അതും ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ്. ഒരു പോസ്റ്റ് എക്സാമിനേഷൻ നിലപാടിൽ നിന്നുകൊണ്ട് ഹെജിമണിയെയും കൾച്ചറിനെയും ഒക്കെ പഠിച്ച ആളാണ്. യെസ്, വെരി ഗുഡ് സിസ്റ്റർ. സ്റ്റുവർട്ട് ഹാളിന്റെ ആണ്. സ്റ്റുവർട്ട് ഹാൾ. സ്റ്റുവർട്ട് ഹാൾ. സ്റ്റുവർട്ട് ഹാൾ അദ്ദേഹത്തിന്റെ കൃതിയാണ്, അല്ലെങ്കിൽ ആശയമാണ് നോട്ട്സ് ഓൺ ദി ഡീകൺസ്ട്രക്ടിങ് ദി പോപ്പുലർ എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ മറ്റു കൃതികളുടെ പേര് നമുക്കറിയണല്ലോ. പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം അങ്ങനെ എഴുതിയെടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. സോ ഞാൻ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് തരാണേ. ഒരു മിനിറ്റ് മക്കളെ, ഒരു മിനിറ്റ്. സോറി ഫോർ ദി ഡിസ്റ്റർബിങ്. പെട്ടെന്ന് ഒരു കോൾ വന്നതാണ്. ഓക്കെ, സ്റ്റുവർട്ട് ഹാളിന്റേതാണ്. സ്റ്റുവർട്ട് ഹാളിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ദി ഹിപ്പീസ് ആൻഡ് അമേരിക്കൻ മൊമെന്റ്, അത് അദ്ദേഹത്തിന്റേതാണ്. അതുപോലെ ഡീവിയൻസി പൊളിറ്റിക് ആൻഡ് മീഡിയ എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. ഡീവിയൻസി പൊളിറ്റിക് ആൻഡ് മീഡിയ എന്ന് പറയുന്ന ഒരു കൃതി അദ്ദേഹത്തിന്റേതായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഇൻ ദി ടെലിവിഷൻ ഡിസ്കോഴ്സ്. ഇതൊക്കെ നോട്ട് ചെയ്യണം, ഞാൻ ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. കൃതികളുടെ പേര് ദി ഹിപ്പീസ്, ഫസ്റ്റ് ഇട്ടത് ഹിപ്പീസ് ആൻഡ് അമേരിക്കൻ മൊമെന്റ്. ദി ഹിപ്പീസ് ആൻഡ് അമേരിക്കൻ മൊമെന്റ്, ഡീവിയൻസി പൊളിറ്റിക്സ് ആൻഡ് ദി മീഡിയ, എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഇൻ ദി ടെലിവിഷൻ ഡിസ്കോഴ്സ്. ഈ ക്ലാസ് യൂട്യൂബിൽ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എല്ലാ സെക്കൻഡ് സാറ്റർഡേസും നെറ്റ് മലയാളം ലൈവ്, സെറ്റ് മലയാളം ലൈവ്, ലളിതം മലയാളത്തിന്റെ ക്ലാസ്സുകളിൽ ടെലിഗ്രാം ചാനലുകൾ വഴിയും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ദി ഹിപ്പീസ് ആൻഡ് ദി അമേരിക്കൻ മൊമെന്റ്, ഡീവിയൻസി പൊളിറ്റിക്സ് ആൻഡ് ദി മീഡിയ, എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഇൻ ദി ടെലിവിഷൻ ഡിസ്കോഴ്സ്. ഇതൊക്കെ ആരുടെ പഠനങ്ങളാണ്? സ്റ്റുവർട്ട് ഹാളിന്റെ പഠനങ്ങളാണ്. ക്ലിയർ അല്ലേ? സ്റ്റുവർട്ട് ഹാളിന്റെ പഠനങ്ങളാണ് ഇവയെല്ലാം തന്നെ. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ പറഞ്ഞത്? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാലോ. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 34ാമത്തെ ചോദ്യം. കുറെ ആയിട്ട് പാശ്ചാത്യം പൗരസ്ത്യൊക്കെ ആയിട്ട് ടെൻഷൻ അടിച്ചിരിക്കല്ലേ? ഇതാ നല്ലൊരു ചോദ്യം പിടിച്ചോ. 1913 കൊച്ചി പുലയ മഹാസഭ സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്തതാരെ? 1913 നോട്ട് ചെയ്യുക. 1913 കൊച്ചി പുലയ മഹാസഭ, കൊച്ചി പുലയ മഹാസഭ സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്തതാരെ? പറഞ്ഞേ. കൊച്ചി പുലയ മഹാസഭ 1913 കൊച്ചി പുലയ പണ്ഡിറ്റ് കെ പി കറുപ്പൻ, മേലിക്കുട്ടി അരയൻ, അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ. ആരാണ് കൊച്ചി പുലയ മഹാസഭ സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്തത്? സിമ്പിൾ അല്ലേ മക്കളെ? കൊച്ചി പുലയ മഹാസഭ എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം അത് ആരുടേതാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പന്റേതാണ്. 1913 പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ നേതൃത്വത്തിലാണ് ഏത് വരുന്നത്? കൊച്ചി പുലയ മഹാസഭ വരുന്നത്. എന്ത് വരുന്നത്? കൊച്ചി പുലയ മഹാസഭ. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങള് നോട്ട് ചെയ്ത് പഠിക്കണം. അപ്പൊ പണ്ഡിറ്റ് കെ പി കറുപ്പൻ
നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. പണ്ഡിറ്റ് KP കറുപ്പനുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം കാര്യങ്ങൾ എന്താണ് എക്സാം ഓറിയന്റഡ് ആയിട്ട്, ഈവൻ PXC ഓറിയന്റഡ് ആയിട്ട് പോലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്ത് പേരിലാണ് പണ്ഡിറ്റ് KP കറുപ്പൻ അറിയപ്പെടുന്നത്? എന്ത് പേരിലാണ് പണ്ഡിറ്റ് KP കറുപ്പൻ അറിയപ്പെടുന്നത്? അദ്ദേഹത്തിനെ വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ, അദ്ദേഹത്തിനെ വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ മക്കളെ, അറിയോ? കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. കേരളത്തിന്റെ ലിങ്കൺ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. ലിങ്കൺ ഓഫ് കേരള ആരാണ്? ലിങ്കൺ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ് ലിങ്കൺ ഓഫ് കേരള എന്നറിയപ്പെടുന്നത്. ജാതിക്കുമ്മി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് അല്ലെ. ജാതിക്കുമ്മി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ്. കൊച്ചി രാജാവ് കവിതിലക പട്ടം നൽകി ആദരിച്ച വ്യക്തിയാണ്. കൊച്ചി രാജാവ് കവിതിലക പട്ടം നൽകി ആദരിച്ച വ്യക്തിയാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് KP കറുപ്പൻ 1885 ജനിക്കുന്നത്. എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂരിലാണ് ജനിക്കുന്നത്. ചേരാനെല്ലൂരിലാണ് ജനിക്കുന്നത്. 1913 കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചു. 1913 നടന്ന കായൽ സമ്മേളനത്തിന്റെ നേതാവാണ്. അതായത് അധകൃതരെന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെന്നും അവർണരും എന്നൊക്കെ മുദ്ര കുത്തിയവർക്ക് എന്താണ് കരയിലെ സമ്മേളനങ്ങൾ നടത്താനും ഒത്തുചേരാനും പറ്റില്ല എന്ന് പറഞ്ഞോടെ നടുക്കടലിൽ പോയിട്ട് നടുക്കടലല്ല കായലിൽ പോയിട്ട് 2 വഞ്ചികൾ അടുപ്പിച്ചിട്ടിട്ട് അതിന്റെ മീതെ സമ്മേളനം നടത്തിയതാണ് കേരള ചരിത്രത്തിൽ ഇന്നും എന്താണ് ഒന്നാമതായി നിൽക്കുന്ന കായൽ സമ്മേളനം. 1913 കായൽ സമ്മേളനത്തിന്റെ നേതാവാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള മറ്റ് സഭകളുടെ പേര് നിങ്ങൾ നോട്ട് വെക്കണം. കല്യാണദായിനി സഭ, നോട്ട് ചെയ്തോളൂ. കല്യാണദായിനി സഭ ഇദ്ദേഹം സ്ഥാപിച്ച മറ്റ് സഭകളാണ്. കല്യാണദായിനി സഭ, കല്യാണദായിനി സഭ, കല്യാണദായിനി സഭ, പ്രബോധ ചന്ദ്രോദയ സഭ, കല്യാണദായിനി സഭ, പ്രബോധ ചന്ദ്രോദയ സഭ, വാല സമുദായ പരിഷ്കാരിണി സഭ, വാല സമുദായ പരിഷ്കാരിണി സഭ. ഇത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് 1907 എന്ത് അരയ സമാജം സ്ഥാപിക്കപ്പെടുന്നത് അല്ലേ മക്കളെ. അരയ സമാജം ആരുടെ നേതൃത്വത്തിലാണ്? പണ്ഡിറ്റ് KP കറുപ്പന്റെ നേതൃത്വത്തിലാണ്. 1912 കല്യാണദായിനി സഭ വരുന്നത്. കല്യാണദായിനി സഭ വരുന്നത്. ഓക്കെ, ഇത് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? കൃതികള് നമുക്കറിയാം. ജാതിക്കുമ്മി, ജാതിക്കുമ്മി, ആചാരഭൂഷണം, ജാതിക്കുമ്മി, ആചാരഭൂഷണം, ധ്രുവചരിതം, ജാതിക്കുമ്മി, ആചാരഭൂഷണം, ധ്രുവചരിതം, കൈരളി കൗതുകം, കൈരളി കൗതുകം, കൈരളി കൗതുകം. ഇതെല്ലാം ആരുടെ കൃതികളാണ്? ആരുടെ കൃതികളാണ്? പണ്ഡിറ്റ് KP കറുപ്പന്റെ കൃതികളാണ്. പണ്ഡിറ്റ് KP കറുപ്പന്റെ കൃതികളാണ്. ക്ലിയർ അല്ലേ? പണ്ഡിറ്റ് KP കറുപ്പന്റെ കൃതികളാണ് ഇവയെല്ലാം തന്നെ. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? 35ാമത്തെ ചോദ്യം. ഇത് ഒരു റിപ്പീറ്റഡ് ചോദ്യമാണ്. പല പരീക്ഷകൾക്കും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ചോദ്യം. ഒരാൾ സ്ത്രീയായി ജനിക്കുകയല്ല, സ്ത്രീയായി തീരുകയാണ്. മനുഷ്യ സംസ്കൃതി ആകമാനമാണ് സ്ത്രീ എന്ന ഈ ജന്തുവിനെ സൃഷ്ടിക്കുന്നത്. ആരുടെ വാക്കുകളുടെ തർജ്ജമയാണിത്? ഓപ്ഷൻ എ ഗായത്രി ചക്രവർത്തി സ്പിവാക്, ഓപ്ഷൻ ബി ജയദേവിക, ഓപ്ഷൻ സി സിമോൺ ദി ബൂവേ, ഓപ്ഷൻ ഡി വന്ദന ശിവ. പറഞ്ഞേ മക്കളെ, ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആണ്. ഒരാൾ സ്ത്രീയായി ജനിക്കുകയല്ല, സ്ത്രീയായി തീരുകയാണ്. എത്ര വട്ടം നെറ്റ് പരീക്ഷയ്ക്കും സെറ്റ് പരീക്ഷയ്ക്കും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണെന്നറിയോ ഈ ചോദ്യം? സ്ഥിരമായിട്ട് ചോദ്യപേപ്പറുകൾ കാണുന്നവരാണ് എങ്കിൽ എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒന്നാണ്. അത് ഫ്രഞ്ച് എഴുത്തുകാരിയാണ്. ഇത് ഫ്രഞ്ച് എഴുത്തുകാരി
ഷീ കം ടു സ്റ്റേ എന്ന് പറയുന്ന നോവൽ എഴുതിയിട്ടുള്ളതാണ്. 1949 ഇയാളുടെ ഒരു പ്രധാനപ്പെട്ട കൃതി വന്നു, ദി സെക്കൻഡ് സെക്സ്. ഏതാണ്? യെസ്, ദി സെക്കൻഡ് സെക്സ് ഒക്കെ എഴുതിയതാരാണ്? ലീല ടീച്ചർ ഉറപ്പിച്ച് പറയുന്നുണ്ട്, ജിഷ ടീച്ചർ ഉറപ്പിച്ച് പറയുന്നുണ്ട്, സി 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 എന്നുള്ളത്. യെസ്, സിമോൺ ഡി ബൂവെ. സിമോൺ ഡി ബൂവയുടെ കോട്ടാണ് ഒരാൾ സ്ത്രീയായി ജനിക്കുകയല്ല, സ്ത്രീയായി തീരുകയാണ് എന്നുള്ളത്. ഷീ കെയിം ടു സ്റ്റേ ആരുടെ കൃതിയാണ്? ആരുടെ കൃതിയാണ്? ഒന്ന് നോട്ട് ചെയ്യണേ. ഷീ കെയിം ടു സ്റ്റേ. അതുപോലെ തന്നെ ദി സെക്കൻഡ് സെക്സ്, ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ആദ്യത്തേത് നോവലാണ്. ഷീ കെയിം ടു സ്റ്റേ എന്നുള്ളത് ആദ്യത്തേത് നോവലാണ്, മറ്റേത് പഠനമാണ്. ആദ്യത്തേത് നോവലാണ്. ഓക്കെ, സിമോൺ ഡി ബൂവെ എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളടക്കം നമ്മൾ പറഞ്ഞു പോവുകയാണ്. യെസ്, 5 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. താങ്ക് യു ലേണേഴ്സ്.